രാജ്യത്തെ ജനസംഖ്യയിൽ മാറ്റം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ജനസംഖ്യ അനുപാതത്തിൽ മാറ്റം വരാൻ പോകുന്നു എന്നുള്ള പ്രചാരണം തുടങ്ങിയിട്ട് കുറേ കാലമായി. ഭൂരിപക്ഷ സമുദായത്തെ മറികടന്നുകൊണ്ട് ന്യൂനപക്ഷം ഭൂരിപക്ഷമാകാൻ പോകുന്നു എന്നുള്ള പ്രചാരണവും കുറേ കാലമായി നടക്കുന്നു. നമ്മുടെ കേരളത്തിൽ പല ആളുകളുടെ പേരിൽ ആരോപിക്കപ്പെട്ട രീതിയിലൊക്കെ നമ്മളിത് കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇതാ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകാൻ പോകുന്നു, വരുന്ന 20 വർഷത്തിനപ്പുറം മുസ്ലിങ്ങൾ കേരളത്തിലെ ഭൂരിപക്ഷമായി മാറും എന്നൊക്കെയുള്ള പ്രചാരണം വലിയ തോതിൽ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി സംഘടിതമായ ശ്രമം നടക്കുന്നു എന്നൊക്കെയുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയതിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഇത് വളരെ ഗൗരവമേറിയ, അല്ലെങ്കിൽ അത്രത്തോളം പരിഗണന അർഹിക്കുന്നൊരു കാര്യമായിട്ട് ഇത് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് രാജ്യത്തൊരു ജനസംഖ്യാ മിഷൻ നടപ്പാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അതിനാധാരമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനം. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി രാജ്യത്തെ ജനസംഖ്യാ അനുപാതത്തെ അട്ടിമറിക്കാനൊരു ശ്രമം നടക്കുന്നു എന്നാണ് അദ്ദേഹം ഏറ്റവും പ്രധാനമായി പറഞ്ഞത്. നുഴഞ്ഞു കയറുന്ന ആളുകൾ രാജ്യത്തെ ജനസംഖ്യാനുപാതം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. രാജ്യത്ത് സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ആനുകൂല്യം കൂടുതലായി പങ്കുപറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതേതെങ്കിലും ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണോ? അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇത്ര ആളുകൾ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി, ആ നുഴഞ്ഞു കയറിയ ആളുകൾ ഇത്രത്തോളം രാജ്യത്തിൻ്റെ സർക്കാർ നൽകുന്ന ക്ഷേമ പദ്ധതികളുടെ വിഹിതം ഏറ്റെടുത്തു, അല്ലെങ്കിൽ വിഹിതം കൈക്കലാക്കി എന്നൊക്കെയുള്ള ഏതെങ്കിലും ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പൊതുവായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ് അദ്ദേഹം ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ ഇത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന, കുറേ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷമാക്കാനായിട്ട് സംഘടിതമായ ശ്രമം നടക്കുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിൽ കൂടുതൽ സന്താനോൽപാദനം നടത്തിക്കൊണ്ട് ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു. അതായത് ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷമാക്കാൻ ശ്രമിക്കുന്നു. ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയം നടിച്ച് വശത്താക്കി മതം മാറ്റി അതിൽ കൂടുതൽ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷം ഭൂരിപക്ഷമാകാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുകയാണ് രാജ്യത്ത്. അതിലൊന്നാണ് നമ്മൾ കുറേ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഗതി. ലവ് ജിഹാദ് എന്ന് പറയുന്ന വ്യാജം, ആ വ്യാജത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയം നടിച്ച് വശത്താക്കി അവരിൽ കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നു. അല്ലെങ്കിൽ ആ പെൺകുട്ടികളെ തന്നെ, ആ പെൺകുട്ടികളെയും പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും ഒക്കെ ഭീകരവാദികളാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഘടിതമായ വ്യാജ പ്രചരണം നടക്കുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയതിന് ശേഷം നടത്തുന്ന പ്രസംഗത്തിൽ പറയുന്നത്, രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്ന ആളുകൾ രാജ്യത്തെ ജനസംഖ്യാ അനുപാതം മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. അവർ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ വിഹിതം കൈപ്പറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെയാണ് പൊതുവിൽ നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു സംസ്കാരം വെച്ചുകൊണ്ട് പറയാം. യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, രാജ്യത്തെ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സംഘടിതമായ ശ്രമം നടക്കുന്നു. അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് അധികം വൈകാതെ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് പരോക്ഷമായി എല്ലാ പ്രചരണങ്ങളും എല്ലാ പ്രൊപ്പഗാൻഡയും പറയാൻ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് സംഘപരിവാരം, RSSും ഇതര സംഘപരിവാര സംഘടനകളും കുറേ കാലമായി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പ്രചാരണത്തെ ഒരു ഔദ്യോഗിക, അതായത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഏറ്റെടുത്ത് പറയുകയാണ് ചെങ്കോട്ടയിൽ ചെയ്തത്. വസ്തുതാപരമായ യാതൊരു പിൻബലവുമില്ലാത്ത ഒരു കാര്യമാണ് ഇത് എന്ന് സർക്കാർ തന്നെ പല ഘട്ടങ്ങളിലായി പല കാലങ്ങളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. സർക്കാർ തന്നെയാണിത് പറയുന്നത്. അതായത് ഏത് സർക്കാരാണോ നുഴഞ്ഞു കയറിക്കൊണ്ട് രാജ്യത്തെ ജനസംഖ്യാനുപാതം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്ന് പറയുന്നുവോ, അതേ സർക്കാർ തന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് അവരുടെ ഔദ്യോഗിക ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശരിയല്ല എന്ന് പറയുന്നൊരു കാര്യമാണിത്.
അത് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി രാജ്യത്തെ വിവിധ വിഭാഗങ്ങളിലെ ജനന നിരക്കുകളെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ഫെർട്ടിലിറ്റി റേറ്റ് ഭരണകൂടം തന്നെ കൃത്യമായ ഇടവേളകളിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി, ഹിന്ദു വിഭാഗം എന്ന് സർക്കാർ വിവക്ഷിക്കുന്ന വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഇത്രയാണ്. അതായത് ഒരു ഫാമിലിയിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് കണക്കാക്കുകയും അതിൻ്റെ ഒരു റേറ്റ് കണക്കാക്കുകയും ചെയ്തിട്ട് അത് ഇത്രയാണ് എന്ന് സർക്കാർ പറയാറുണ്ട്. അത് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ പറയാറുണ്ട്, ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ പറയാറുണ്ട്, എല്ലാവരുടെയും കാര്യത്തിൽ പറയാറുണ്ട്. ആ ഫെർട്ടിലിറ്റി റേറ്റ് ഏതാണ്ട് എല്ലാ വിഭാഗങ്ങളും, അത് ഹിന്ദുക്കളുടെ ആണെങ്കിലും മുസ്ലിങ്ങളുടെ ആണെങ്കിലും ക്രിസ്ത്യാനികളുടെ ആണെങ്കിലും ജൈനന്മാരുടെ ആണെങ്കിലും ബുദ്ധിസ്റ്റുകളുടെ ആണെങ്കിലും ഒക്കെ കാലക്രമത്തിൽ കുറഞ്ഞു വരികയാണ് എന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്ക്. അത് മുസ്ലിങ്ങളുടെ കാര്യത്തിലും കുറഞ്ഞു വരിക തന്നെയാണ്. സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കാണിത്. അപ്പോൾ അതങ്ങനെ കുറഞ്ഞു വരുന്ന നിലയ്ക്ക് ഫെർട്ടിലിറ്റി റേറ്റ് മുസ്ലിങ്ങളുടെ കുറഞ്ഞു വരികയാണെന്നിരിക്കെ രാജ്യത്തെ ഇപ്പോഴത്തെ ജനസംഖ്യാ അനുപാതം വെച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ആകെ ജനസംഖ്യയുടെ ഏതാണ്ട് 20% മാത്രമാണ്. ആ 20% തന്നെ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു വരികയാണ്. അങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ ബാക്കി 80% വരുന്ന ഇതര മതവിശ്വാസികളെ മുസ്ലിങ്ങൾ മറികടക്കുക എന്ന് പറയുന്നത് അടുത്ത കാലത്തൊന്നും സാധ്യമായ കാര്യമല്ല എന്നുള്ളത് ഉറപ്പാണ്. അടുത്ത കാലത്തല്ല, ഒരുപക്ഷെ ഒരിക്കലും സാധ്യമല്ല. കാരണം 80% വരുന്ന ആളുകളുടെ ജനസംഖ്യയെ 20% വരുന്ന ആളുകൾ മറികടക്കുക, അതും ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു വരുമ്പോൾ മറികടക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമേയല്ല. അങ്ങനെ ഇരിക്കെ എന്തിനാണ് പ്രധാനമന്ത്രി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി അത് നിലവിൽ ഇവിടെയുള്ള ആളുകൾ 20% മാത്രമാണ്, അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവർ സന്താനോൽപാദനം നടത്തി ഈ 80% മറികടക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. അപ്പോഴാണ് പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയിട്ട് ജനസംഖ്യാ വർധന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ ജനസംഖ്യാ അനുപാതം ആകെ മാറ്റാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2014 മുതൽ ഇതുവരെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ആ സർക്കാർ അധികാരത്തിലിരിക്കെ രാജ്യത്തേക്ക് വൻതോതിൽ നുഴഞ്ഞുകയറ്റം നടക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നതെങ്കിൽ ഞാനൊരു വലിയ പരാജയമാണ്, അല്ലെങ്കിൽ എൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു വലിയ പരാജയമാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വയ്ക്കുന്നത്. രാജ്യത്തെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും പരാജയമല്ലെങ്കിൽ രാജ്യത്തേക്ക് വൻതോതിലുള്ള നുഴഞ്ഞുകയറ്റം നടക്കില്ലല്ലോ. അങ്ങനെ നുഴഞ്ഞു കയറാൻ അവസരം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം രാജിവെച്ചു പോവുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യം. ഇനി ഈ ജനസംഖ്യാനുപാതത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചുള്ള സംസാരം ഇത് ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ മാത്രമല്ല നടക്കുന്നത്. 2024-25 ഇടക്കാല ബജറ്റ്, അതായത് 2024 പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഒരു ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റിൽ ഈ ജനസംഖ്യാ മാറ്റത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഒന്ന്, ജനസംഖ്യയിലുണ്ടാകുന്ന വർധന. ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ പോലും ജനസംഖ്യാ നിരക്കിൽ വർധന ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2011 ജനസംഖ്യാ കണക്കെടുപ്പിൽ 130 കോടിയായിരുന്നുവെങ്കിൽ അതിനുശേഷം 2021 ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നിട്ടില്ല. ഇനി വരുന്ന ജനസംഖ്യാ കണക്കെടുപ്പിൽ അതൊരു പക്ഷേ 140 കോടിയോ 145 കോടിയോ ഒക്കെ ആയി മാറും. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന വർധനയാണ്. അങ്ങനെ ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജനസംഖ്യാ വർധന മാത്രമല്ല രാജ്യത്ത് നടക്കുന്നത്, പല ഭാഗത്തേക്കുള്ള കുടിയേറ്റം നടക്കുന്നുണ്ട്. കുടിയേറ്റവും കുടിയിറക്കവും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ബീഹാറിൽ നിന്ന്, ബംഗാളിൽ നിന്ന്, ആസാമിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന് ഒക്കെ ആളുകൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളാണ്. അപ്പോൾ ഈ കുടിയേറ്റം രാജ്യത്തെ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജനസംഖ്യാ അനുപാതത്തിലൊരു മാറ്റം ഉണ്ടാക്കും. അത് മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എന്നുള്ള നിലയ്ക്കുള്ള മാറ്റമല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ അസമിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ കേരളത്തിലേക്ക് മാറുന്നു, ബംഗാളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ കേരളത്തിലേക്ക് മാറുന്നു, കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ അല്ലെങ്കിൽ ആന്ധ്രയിലേക്കോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്കോ ഒക്കെ മാറുന്നു. ഇങ്ങനെ ജനസംഖ്യയുടെ വിതരണത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു സമിതിയെ നിയോഗിക്കും എന്നാണ് അന്ന് ധനമന്ത്രി പറഞ്ഞത്. അത് പഠിക്കേണ്ടതുമാണ്. അത്
രാജ്യത്തിൻ്റെ വികസന പ്രക്രിയയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്, ഏത് വിധത്തിലാണ് വികസന പ്രക്രിയ ഇനി ആസൂത്രണം ചെയ്യേണ്ടത്, ഇങ്ങനെ ജനസംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുമ്പോൾ, ജനവിഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുമ്പോൾ ഏത് വിധത്തിലാണ് നമ്മളുടെ വികസന പ്രക്രിയ ആസൂത്രണം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പഠിക്കേണ്ടത് തന്നെയാണ്. അതിനെക്കുറിച്ച് പഠിക്കും എന്നാണ് ധനമന്ത്രി ഇടക്കാല ബജറ്റിൽ പറഞ്ഞത്. പക്ഷേ പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലേക്ക് എത്തിയപ്പോഴേക്കും അത് അനധികൃത കുടിയേറ്റം മൂലം ജനസംഖ്യയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നായി. അനധികൃത കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഈ കഴിഞ്ഞ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ് രാജ്യത്ത് പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. പൗരത്വ നിയമത്തിൽ എന്താണ് ഭേദഗതി വരുത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. അയൽ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന മുസ്ലിങ്ങളല്ലാത്ത ന്യൂനപക്ഷങ്ങൾക്ക് മുഴുവൻ പൗരത്വം നൽകുക എന്നുള്ളതാണ്. അതായത് അയൽ രാജ്യങ്ങളിൽ ന്യൂനപക്ഷമായിരിക്കുന്നവരിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് മുഴുവൻ അവരിങ്ങോട്ട് വരികയാണെങ്കിൽ പൗരത്വം നൽകുക. അതിൻ്റെ ഒരു കാലപരിധിയൊക്കെ വെച്ചിരുന്നു. എങ്കിൽ പോലും അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക പൊതുരീതി. അപ്പം മുസ്ലിങ്ങളല്ലാത്തവർക്ക് പൗരത്വം കിട്ടും. അതിൻ്റെ ഭരണഘടനാ ഭേദഗതി, അതിൻ്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി പരിശോധിക്കുകയാണ്. ഈ പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാപരമാണോ അല്ലയോ എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി ഹർജികളുണ്ട്. അത് സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൗരത്വം ലഭിക്കാത്ത മുസ്ലിങ്ങൾ അനധികൃതമായി കുടിയേറാൻ ശ്രമിക്കുമെന്നും അത് ഇതിനകം തന്നെ നടക്കുന്നുണ്ടെന്നും അതുവഴി ഇപ്പോൾ ഭൂരിപക്ഷമായ ഹിന്ദു എന്ന പൊതുനിർവചനത്തിൽ ഉൾക്കൊള്ളിച്ച വിഭാഗത്തെ മറികടന്ന് ഭൂരിപക്ഷമാകാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നതിനുള്ള ശ്രമമാണ് എന്നുമുള്ള വ്യാജം, അതൊരു വ്യാജമാണ്, ഒരു വ്യാജ പ്രചാരണമാണ്. അത് സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചത്. വരും ദിവസങ്ങളിൽ BJPയും ഇതര സംഘപരിവാര സംഘടനകളും നടത്താൻ പോകുന്ന വലിയ പ്രചാരണത്തിൻ്റെ മുന്നോടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തിലെ പരാമർശം എന്നുള്ളത് നിസ്സംശയം പറയാം. അപ്പോൾ ഇതൊരു അടുത്ത അജണ്ടയായിട്ട് എടുക്കാൻ BJPയും ഇതര സംഘപരിവാര സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ മുന്നോടിയാണ് പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിലെ ഈ പരാമർശം. പല രൂപത്തിൽ, പല രീതിയിൽ, പല കാലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചാരണത്തെ മറ്റൊരു രീതിയിലേക്ക് കൂടി പ്രതിഷ്ഠിച്ചുകൊണ്ട് നടത്താൻ BJPയും സംഘപരിവാര സംഘടനകളും ശ്രമിക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ കാണേണ്ടി വരും എന്ന് നമ്മൾ കാണേണ്ടി വരിക തന്നെ ചെയ്യും. അതിനെ വളരെ കരുതലോടുകൂടി തന്നെ നമ്മൾ സമീപിക്കുകയും വേണം. അതാണ് അത് അത്ര ചെറുതായിരിക്കില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ലവ് ജിഹാദ് പോലുള്ള പ്രചരണം, ഒരടിസ്ഥാനവുമില്ലാത്ത പ്രചരണം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഏത് വിധത്തിലാണ് സംഘപരിവാരം അഴിച്ചുവിട്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ ഇതര രാജ്യങ്ങളിൽ നിന്നോ അനധികൃതമായി കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. ആ കുടിയേറ്റം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ജനസംഖ്യ അനുപാതത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊരു ആസൂത്രിതമായ പ്രക്രിയയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുക. ആ പ്രചാരണത്തിന് അനുഗുണമാകും വിധത്തിൽ പലതരത്തിലുള്ള കേസുകൾ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭരണകൂടത്തിന് അത്ര പ്രയാസമുള്ള കാര്യമല്ല. അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പ്രചരണത്തെ ഉൾക്കൊള്ളാൻ എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ.